നമസ്കാരം. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുകയാണ്. ആരാണ് ആ യുവനേതാവ്? കേരളം ചർച്ച ചെയ്യുകയാണ്. കുറച്ചാളുകൾ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പേർക്കും അറിയാം അതാരാണെന്ന്. ഒരുപക്ഷെ ഇങ്ങനൊരു ആരോപണം ആദ്യമായിട്ടായിരിക്കാം. ആരെന്നറിയാം, പക്ഷേ ആരോപിച്ച ആൾ പേര് വ്യക്തമായി പറയുന്നില്ല, ചില ക്ലൂ മാത്രം. പക്ഷെ മോശം അനുഭവം പറഞ്ഞ ആൾ പേര് വെളിപ്പെടുത്താത്തതാണ് പ്രശ്നം. മാധ്യമങ്ങൾ ചികഞ്ഞു ചോദിച്ചിട്ടും ആ വ്യക്തി നവീകരിക്കണമെന്നാണ് യുവതി പറയുന്നത്. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ പറഞ്ഞാൽ ആ വ്യക്തി നവീകരിക്കുമെന്നാണോ ഈ യുവനടി കരുതുന്നത്? ഇരകൾ അനേകമുണ്ടെന്ന് ഇവർ ആവർത്തിക്കുന്നു. ആ ഇരകളും വരട്ടെ. ഹൂ കെയേഴ്സ്? ഇതാണോ നമ്മുടെ പൊതുസമൂഹത്തിൽ വിരാജിക്കുന്ന നേതാക്കളുടെ മനോഭാവം? മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്കെല്ലാം ഈ നടി പരാതി നൽകിയെന്നാണ്. എന്നിട്ടും അന്വേഷിക്കാതെ ഇവർ ഇയാളെ വളർത്തിയെങ്കിൽ അവരും കുറ്റക്കാരാണ്. അവർക്കും ഇതേ മനോഭാവമാണോ? ഹൂ കെയേഴ്സ് എന്നത് പരിശോധിക്കാം. നമുക്കത് ആദ്യം തലക്കെട്ടുകളിലേക്ക്. മമ്മൂട്ടിയോടുള്ള സ്നേഹത്തിൽ വൈകാരിക പ്രതികരണവുമായി മോഹൻലാൽ. ആയുരാരോഗ്യത്തിനായി ശബരിമലയിൽ നടത്തിയ വഴിപാടിനെ ചിലർ മതത്തിന്റെ കണ്ണിലൂടെ കണ്ടു. ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? അപ്പം അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം. അല്ല, ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും കാര്യമില്ല. അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വൈകാരികമായ മറുപടി ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയുമായി ഒന്നിച്ച് അഭിനയിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്നും ലാൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. യുവ നേതാവിനെതിരെ ആരോപണവുമായി നടി. ജനപ്രതിനിധിയായ നേതാവ് അശ്ലീല സന്ദേശം അയച്ചു. മുന്നറിയിപ്പ് നൽകിയിട്ടും തുടർന്ന് ആദ്യം ഫയർ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നെന്നോട് ചോദിച്ചു. പാർട്ടിയിലെ നേതാക്കളോട് പരാതി പറഞ്ഞിരുന്നു, നീതി കിട്ടിയില്ലെന്നും നടി. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും റിനി ആൻഡ് ജോർജ്. ഭരണഘടനാ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ സംഘർഷം. ജയിലിലായാൽ മന്ത്രി പദവി നഷ്ടമാകുന്ന ബില്ല് അമിത്ഷാ അവതരിപ്പിച്ചു. ഫെഡറൽ സംവിധാനം തകർക്കുന്നുവെന്ന് കോൺഗ്രസ്. കീറിയെറിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് MP-മാർ. ബില്ല് സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിട്ടു. ബില്ലിനെ അനുകൂലിച്ച് കരൂർ പിന്നീട് നിലപാട് മാറ്റി. കോഴിക്കോട് DCCയിൽ ചാണ്ടി ഉമ്മൻ വിവാദം. യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയിൽ വിട്ടുനിന്നതിന്റെ നേതാക്കൾ. ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടു. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. പിന്നാലെ DCC ഓഫീസിലെത്തി ചാണ്ടി ഉമ്മൻ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണെന്നും പ്രതികരണം. 10 ദിവസം മുമ്പ് ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? ഒരു 10 മിനിറ്റ് താഴെ. 4 മണി കഴിയുമ്പോൾ തന്നെ നിങ്ങളോട് ഇറങ്ങി. 4 മണിക്കാണ് ചേട്ടൻ അവിടെ എത്തുന്നത്. അതൊന്നും അടിക്കാനായിട്ടല്ല താമസമൊന്നുമില്ല. പിള്ളേർക്കൊന്നും അടിക്കാനായിട്ടൊന്നും ചേർത്തല ജൈനമ്മ കൊലപാതക കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. കൊലപാതക ശേഷം സ്വർണ്ണമാല പണയം വെച്ചത് തന്റെ പേരിലെന്ന് സാക്ഷി. പണം ഉപയോഗിച്ച് ഫ്രിഡ്ജ് വാങ്ങി മദ്യവുമായി വീട്ടിലെത്തിയത് സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടെന്ന് ഓട്ടോ ഡ്രൈവർ. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച സജീവം. തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടിയെ ഇറക്കാൻ നീക്കം. രാജു P. നായരും പരിഗണനയിൽ. നിയമസഭയിലേക്ക് MP-മാർ മത്സരിക്കേണ്ടെന്ന് VM സുധീരൻ. യുക്രൈൻ യുദ്ധം തീരാൻ സാധ്യത മങ്ങുന്നു. സെലൻസ്കി പുടിൻ ചർച്ചയിൽ അനിശ്ചിതത്വം. പുടിനുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്. പരവൂരിൽ ആത്മഹത്യ ചെയ്ത വീട്ടമ്മ നേരിട്ടത് കൊടിയ മാനസിക പീഡനം.
വട്ടിപ്പലിശ സംഘത്തിന് നേതൃത്വം നൽകിയത് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും. ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ. കേസെടുത്ത് പോലീസ്. പ്രതികൾ ഒളിവിൽ. പ്രദീപ് വാരാപ്പുഴ ഉരട്ടിക്കൊലക്കേസിലെ ആരോപണ വിധേയൻ. വേടന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞു കോടതി. പരാതിക്കാരിക്ക് തെളിവ് നൽകാൻ 4 ദിവസ സമയം. മറ്റു പെൺകുട്ടികളെ വിവാഹം വാഗ്ദാനം നൽകിയാണോ പീഡിപ്പിച്ചതെന്ന് പരിശോധിക്കണമെന്ന് പരാതിക്കാരി. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. 35-കാരൻ മുടിക്ക് പിടിച്ച് മുഖത്തടിച്ചു. അക്രമി എത്തിയത് പരാതി നൽകാനെന്ന വ്യാജേന. മുഖ്യമന്ത്രി പോലും ഡൽഹിയിൽ സുരക്ഷിതയല്ലെന്ന് കോൺഗ്രസ്. യുവനേതാവിനെതിരെ കടുത്ത ആരോപണം. യുവനേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി നടി റിനി ആൻ ജോർജ്. അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നുമടക്കം ഗുരുതര ആരോപണങ്ങളാണ് നേതാവിനെതിരെ നടി ഉന്നയിച്ചത്. 3.5 വർഷം മുൻപാണ് മെസ്സേജ് അയച്ചത്. യുവനേതാവിനെ കുറിച്ച് സീനിയർ നേതാക്കളോട് പരാതി പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നടി വെളിപ്പെടുത്തി. അതേസമയം നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിലുള്ള പലരുമായും നല്ല ബന്ധമാണെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷിച്ചത്. ആ സമയത്ത് തന്നെ പറഞ്ഞില്ല. നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു, ഇങ്ങനെ ആകരുത്, കാരണം നിങ്ങളൊരു യുവ നേതാവാണ്, വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നെന്നോട് ചോദിച്ചു. ഫയർ ചെയ്തത് എന്ത് പറഞ്ഞപ്പോഴാണ്? അത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം കുറേ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത്തരത്തിലുള്ള ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ചെറിയ ആരോപണമല്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ അന്തരീക്ഷത്തിൽ പ്രചരിച്ചിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ ഇത്തരത്തിൽ വരുമെന്ന തരത്തിൽ. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. പേര് പറഞ്ഞില്ലെങ്കിലും ഏതാണ്ട് ആര് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടു വരികയാണല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം വ്യക്തമായ രീതിയിൽ ഒരു പേര് പറയുന്നില്ല, ഒരു പാർട്ടിയുടെ പേരോ അങ്ങനെ ഒന്നും തന്നെ പറയുന്നില്ലെങ്കിൽ കൂടിയും ഈ സംഭവം നടന്നു, അത് തനിക്ക് ഈ മോശമായ ഒരു അനുഭവം ഒരാളിൽ നിന്നുണ്ടായി, ഈ രീതിയിലുള്ള ഒരു അശ്ലീല സന്ദേശങ്ങൾ വരുന്നു, ഒരു യുവ നേതാവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. അവർ എന്തുകൊണ്ട് കുറേ അധികം പേര് ഒരുപക്ഷെ സംശയത്തിൻ്റെ മുൻപിൽ നിർത്താവുന്ന കുറേ കാര്യം ആ രീതിയിലേക്ക് ആവില്ല ഇത്തരം പറച്ചിലുകൾ. കാരണം ഒരാളെക്കുറിച്ച് വ്യക്തമായി പറയാത്ത സാഹചര്യത്തിൽ പലരെക്കുറിച്ചും അങ്ങനെ സംശയിക്കേണ്ടി വരില്ലേ എന്നതടക്കമുള്ള ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അവർ പറയുന്നുണ്ട് അത് കൃത്യമായ രീതിയിൽ തന്നെ അത് ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പലരും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് എന്ന രീതിയിലെല്ലാം തന്നെ ചില സൂചകങ്ങൾ നൽകിയാണ് അവരത് കടന്നു പോവുകയും ചെയ്യുന്നത്. തൻ്റെ അനുഭവം ആ രീതിയിലാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഇത് ഒരാൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാകരുത്. ഇങ്ങനെ ഈ ഉണ്ടാകുന്ന അനുഭവങ്ങൾ സ്ത്രീകൾ തുറന്നു പറയാൻ തന്നെ തയ്യാറാകണം. അതുകൊണ്ടാണ് താനിത് തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് പറയണമോ എന്ന സംശയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇയാൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഇനി ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെയൊരു സ്വഭാവമുള്ള ഒരാളാണ് ഈ രീതിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ താൻ ഇത്രമാത്രമാണ് പറയുന്നത്. ഇയാൾക്കെതിരെ താൻ പലരോടും തന്നെ ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വേണ്ട രീതിയിൽ ഗൗനിക്കപ്പെട്ടിട്ടില്ല. ആരും തന്നെ അത് അത്തരൊരു പരാതിക്ക് വേണ്ടത്ര ഒരു സ്വഭാവം നൽകുന്നില്ല. സ്ത്രീകളുടെ പരാതികൾ പലപ്പോഴും തന്നെ ഈ രീതിയിൽ അവഗണിക്കപ്പെട്ടു പോകുന്നു. ഹു കെയേഴ്സ് എന്ന രീതിയിലാണ് പലരുടെയും ഒരു മനോഭാവം എന്നതെല്ലാം തന്നെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടെ താൻ ഇപ്പോൾ ഒരു പാർട്ടിയുടെയും പ്രവർത്തകയോ ഒന്നും തന്നെയല്ല. പക്ഷെ ഉണ്ടായിരുന്നൊരു സമയത്തെല്ലാം തന്നെ താൻ ഇതിൽ ഭാഗവാക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു നേതാവിൻ്റെയും പേര് പറയാൻ താൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത്തരമൊരു പറച്ചിൽ കൊണ്ട് ഇത് ആരാണോ ഇതിന് ഉത്തരവാദിയായ ഒരാൾ അയാൾക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. ഇത് ഇനി ഒരു അടുത്ത രീതിയിലേക്ക് വരുമ്പോൾ പേരടക്കം വെളിപ്പെടുത്താൻ
കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കാരണം തനിക്ക് അയച്ച മെസ്സേജ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കയ്യിലുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് അയച്ച മെസ്സേജ് അയച്ച തന്നെ മോശമായി തന്നെ ഇതിനോട് സമീപിച്ച അയാൾക്ക് വളരെ കൃത്യമായി അറിയാം ഇനി ഇത് തുടർന്നാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇത് തുടരുകയാണെങ്കിൽ തെളിവുകളുമായിട്ട് മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അയാൾക്കൊരു മനംമാറ്റവും കാര്യങ്ങളും ഉണ്ടാകും, ഒരു പരിവർത്തനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എത്രത്തോളം അത് ആ രീതിയിൽ മനംമാറ്റം അയാൾക്കുണ്ടാകും നമുക്കറിയില്ല. എന്തായാലും അവരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് അതാണ്. ഇത്ര മാത്രമേ താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുള്ളൂ. പക്ഷേ വളരെ കൃത്യമായി അവരത് പറയുന്നുണ്ട്. തനിക്ക് അയച്ച ഈ വാട്സപ്പ് സന്ദേശങ്ങൾ, മറ്റ് മെസ്സേജുകൾ, കാര്യങ്ങളെല്ലാം ഇതിനെല്ലാം തന്നെ കൃത്യമായ ഒരു തെളിവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക, തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ഈ രീതിയിലുള്ള ഈ മെസ്സേജ് അയച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പിറകെ പോകുന്നതും ഇതോടുകൂടി അയാൾ അവസാനിപ്പിക്കും എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇത് വളരെ വലുതായ ഒരു തുറന്നു പറച്ചിലുകൾ തന്നെയാണ്, അക്കാര്യത്തിലൊരു സംശയവുമില്ല. ഒരു യുവ നേതാവ് എന്നവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈയിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ചില പേരുകളിൽപ്പെട്ടതാണ് എന്നതും അവർ വ്യക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും ആ വെളിപ്പെടുത്തൽ കേരളം ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ചില ആളുകളാണ്, ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, ഉന്നത സ്ഥാനത്തേക്ക് എത്താനായി കൊതിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളാണ്. ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിൻ്റെ പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്ക് അറിയാമായിരുന്നു. അവരും പറഞ്ഞത് ഹൂ കെയേഴ്സ് എന്നാണ്. മറ്റു വാർത്തയിലേക്ക്. മോഹൻലാൽ ന്യൂസ് 18നോട്. മമ്മൂട്ടിയുടെ ആയുരാരോഗ്യത്തിനായി ശബരിമലയിൽ വഴിപാട് കഴിച്ചതിനെ മതത്തിന്റെ കണ്ണിലൂടെ ചിലർ തെറ്റിദ്ധരിച്ചുവെന്ന് മോഹൻലാൽ. മമ്മൂട്ടിയോടുള്ള സ്നേഹത്തെ മതവുമായി കൂട്ടിക്കെട്ടിയത് വേദനയുണ്ടാക്കി. തിരുവനന്തപുരത്ത് ന്യൂസ് 18 പ്രതിനിധി ഭവ്യ പാർവതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ വൈകാരിക പ്രതികരണം. മടങ്ങി വരുന്ന മമ്മൂട്ടി ആദ്യം അഭിനയിക്കുന്നത് തനിക്കൊപ്പമാണെന്ന സന്തോഷവും ന്യൂസ് 18നുമായി ലാലേട്ടൻ പങ്കുവച്ചു. ലാലേട്ട, ഇപ്പം ലാലേട്ടൻ ഹൃദയത്തിൽ നിന്ന് ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക. അദ്ദേഹം കുറച്ച് നാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുനിന്നു. പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല, ഇപ്പോൾ ലാലേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല, എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലയിലടക്കം പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു. അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ടുപേര്, അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ടുപേര് എങ്ങനെയായിരിക്കണം ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? അപ്പം അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം, അല്ലേ? ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും കാര്യമില്ല. അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീജിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത്, ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഒരു സംശയം ആയിരുന്നു, അതെന്നൊക്കെ അത് മാറി, ഒരു കാർമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും. അദ്ദേഹം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ഇന്നലെ ഒരു FB പോസ്റ്റ് ഇട്ടു, അതിലൊന്നും പറയുന്നില്ല, ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ്, അതിലെല്ലാം ഉണ്ട് അല്ലേ ലാലേട്ടാ? വളരെ സന്തോഷം. ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട്. ആ ഡോക്ടറുടെ ഡിസിഷനാണ്. തീർച്ചയായും. മോഹൻലാൽ ഭവ്യ പാർവതിയിലാണ് സംസാരിച്ചത്. ഭവ്യ തന്നെ ചേരുകയാണ്. ഭവ്യ, വലിയ ശ്രദ്ധേയമായ പരാമർശമാണ്. കാരണം നമുക്കറിയാം, ആ ശബരിമല അദ്ദേഹം നടന്നു കയറി വഴിപാടൊക്കെ കഴിച്ചപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ അതിനെ സ്നേഹമായി കണ്ടപ്പോഴും ഒരു ചെറിയ വിഭാഗം അതെപ്പോഴും ഉണ്ടല്ലോ അങ്ങനെയുള്ളവർ, അതിനെ മതത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം മോഹൻലാൽ തന്നെ തുറന്നു പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരോഗ്യ കാരണങ്ങളാൽ മാറി നിൽക്കുകയായിരുന്ന മമ്മൂട്ടി മടങ്ങി വരുന്നു എന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. ഉടൻ തന്നെ മോഹൻലാൽ അദ്ദേഹത്തിന് ഉമ്മ നൽകുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ്.
ഇതേപ്പറ്റിയും ശബരിമലയിൽ മമ്മൂട്ടിക്കായി വഴിപാട് കഴിച്ചതിനെ പറ്റിയും ചോദിച്ചപ്പോഴാണ് മോഹൻലാൽ വൈകാരികമായി സംസാരിച്ചത്. മമ്മൂട്ടി ആരോഗ്യപരമായ കാര്യങ്ങളാൽ സിനിമയിൽ നിന്ന് ഇടവേള എടുത്തപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം ചികിത്സയ്ക്കായി ഇടവേള എടുത്തെന്നായിരുന്നു വിവരം. ആ സമയത്ത് മോഹൻലാൽ ശബരിമല ദർശനത്തിനിടെ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തിയതിന്റെ രസീത് പുറത്തു വന്നിരുന്നു. മമ്മൂട്ടിയുടെ പേരും നാളും എഴുതിയ ശബരിമലയിലെ രസീത് ഒരുപാട് ചർച്ചയായി. സിനിമയിലെ 2 സമകാലികർ, ഒരുമിച്ച് വർഷങ്ങളോളം ജോലി ചെയ്തവർ, മലയാള സിനിമയിലെ 2 സൂപ്പർ താരങ്ങൾ, അവർക്കിടയിലെ സ്നേഹം, കരുതൽ, ഇത് വെളിവാക്കുന്നതായിരുന്നു അത്. അതോടൊപ്പം ചില മുസ്ലിം സംഘടനകൾ മമ്മൂട്ടിക്കെതിരെ സംസാരിച്ചിരുന്നു. മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെങ്കിൽ മമ്മൂട്ടി തോബ അഥവാ പ്രായശ്ചിത്തം ചെയ്യണമെന്നായിരുന്നു ആ ആവശ്യം. ഇത്തരം വിവാദങ്ങൾ വേദനിപ്പിച്ചു എന്നാണ് മോഹൻലാൽ അർത്ഥമാക്കുന്നത്. മമ്മൂട്ടിക്കായി വഴിപാട് നടത്തിയതിൽ മതം കാണേണ്ട ആവശ്യമില്ല. പരസ്പരം സ്നേഹിക്കുന്നവർ മതം നോക്കിയല്ല സ്നേഹിക്കുന്നത്. തനിക്ക് മമ്മൂട്ടിയോടുള്ള സ്നേഹമാണ് ആ വഴിപാട്. അത് മതത്തിന്റെ കണ്ണിലൂടെയല്ല കാണേണ്ടത്. അങ്ങനെ കണ്ടത് തനിക്ക് വേദനയുണ്ടാക്കി. സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പക്ഷേ അതിനിടയിലും മടങ്ങി വരുമ്പോൾ ആദ്യം അഭിനയിക്കുന്നത് തന്നോടൊപ്പമാണെന്ന സന്തോഷവും മോഹൻലാൽ ന്യൂസ് 18 പങ്കുവച്ചു. അതാണ് ലാലേട്ടൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് പാർലമെന്റ് വലിയ പ്രക്ഷുബ്ധമായി ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ അവതരിപ്പിച്ചപ്പോൾ. പ്രതിഷേധങ്ങൾക്കിടയിൽ ബില്ല് ഇന്ന് 5 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളിൽ അറസ്റ്റിലായി 30 ദിവസത്തിലേറെ കസ്റ്റഡിയിൽ തുടർന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് അത്. സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് ആ ബില്ല് വിട്ടു. വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധം ലോക്സഭയിൽ ഉണ്ടായി. നടുത്തളത്തിൽ മുദ്രാവാക്യമുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബില്ല് കീറിയെറിഞ്ഞു. സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിന്മേലുള്ള കടന്നുകയറ്റമെന്നും ഫെഡറൽ സംവിധാനം തകർക്കുന്നതാണ് ബില്ലെന്നും കോൺഗ്രസ് പറഞ്ഞ പശ്ചാത്തലം നമ്മൾ കണ്ടു. അതേസമയം ശശി തരൂർ ആദ്യഘട്ടത്തിൽ ഈ ബില്ലിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയുന്ന കാഴ്ചയും കണ്ടു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, നാടകീയ സംഭവവികാസങ്ങൾക്കാണ് ഇന്ന് ലോക്സഭ വേദിയായത്. സംശയമില്ല, ഇത് പ്രതീക്ഷിക്കണമായിരുന്നു. കാരണം ഈ ഒരു ബില്ല് കൊണ്ടുവന്നാൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായി പ്രതിപക്ഷത്തിന് അറിയാം. അതിന്റെ പ്രതിഫലനം ഇന്നുണ്ടായി. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് മനു? കഴിഞ്ഞത് പല ഘട്ടങ്ങളിൽ പാർലമെന്റ് തടസ്സപ്പെട്ടു. സഭ പ്രക്ഷുബ്ധമായിരുന്നു. തുടർന്ന് ഈ ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇവിടുത്തെ മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പോലുള്ള ആളുകൾ 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന തടവുകൃത്യങ്ങളുടെ ഭാഗമായി റിമാൻഡിലാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ആ കുറ്റാരോപിതരായി റിമാൻഡിലാവുകയാണെങ്കിൽ അവരെ നീക്കം ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിനെതിരെ രൂക്ഷമായ ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അസദുദ്ദീൻ ഒവൈസിയെ പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇത് പോലീസ് രാജ് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്നാരോപിച്ചു. കോൺഗ്രസിന്റെ മനീഷ് തിവാരി ആകട്ടെ ഈ നീക്കം ഒരു ഗസ്റ്റപ്പോ രീതിയാണ്, ഇത് മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രധാനമന്ത്രിക്കുമൊക്കെ മുകളിൽ ഒരു കുറ്റാന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനെ പ്രതിഷ്ഠിക്കുന്ന വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. KC വേണുഗോപാൽ ശക്തമായ എതിർപ്പുമായി വന്നു. TMC നേതാക്കളാകട്ടെ ബില്ല് കീറിക്കളഞ്ഞ് കളയുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ലോക്സഭയിൽ പ്രകടമായിരുന്നു. എന്നാൽ ശശി തരൂർ ആദ്യം ഈ ബില്ലിന്റെ തത്വത്തിൽ ഈ ബില്ലിന് വലിയ കുഴപ്പം ഉള്ളതായി തോന്നുന്നില്ല എന്ന ശശി തരൂരിന്റെ പ്രതികരണം അത് കോൺഗ്രസ് വിരുദ്ധ നിലപാടാണ് എന്ന ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തി. പക്ഷെ പിന്നീട് അദ്ദേഹം അത് വീണ്ടും കൂടുതൽ വിശദീകരിച്ചു. താൻ ബില്ല് കണ്ടിട്ടില്ല, പക്ഷെ ഫലത്തിൽ അങ്ങനെ കുറ്റാരോപിതരായവർ ധാർമ്മികമായി മാറി നിൽക്കുന്നതാണ് ശരി എന്ന നിലപാട് ശശി തരൂർ ആവർത്തിക്കുകയും ചെയ്തു. ഏതായാലും ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കാണ് വിട്ടിരിക്കുന്നത്. സംയുക്ത പാർലമെന്ററി സമിതിയിൽ 21 ലോക്സഭാ അംഗങ്ങളും 10 രാജ്യസഭയിൽ നിന്ന് തീരുമാനിക്കുന്ന 10 അംഗങ്ങളും ഉണ്ടാകും. സ്വാഭാവികമായും അവർ ഈ ബില്ല് പരിശോധിച്ചതിന് ശേഷം അത് കൂടുതൽ വരും. പക്ഷേ ഏതായാലും വലിയ വിവാദങ്ങളിലേക്ക് ഈ ബിൽ നീങ്ങും, അല്ലെങ്കിൽ തുടർ രാഷ്ട്രീയ ചർച്ചകളിൽ വിവാദമായി തന്നെ ബിൽ നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയം ഒരുപക്ഷെ നാളെയും ഒക്കെ ചർച്ചയായേക്കാം. ഇന്നത്തേക്ക് ലോക്സഭ പിരിയുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. തരൂര് ആദ്യം പറഞ്ഞ ആ വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് പോകാം. No, as far as I'm concerned, I don't know those bills well enough to give you a comment. On the face of it, it seems reasonable that anyone who does anything wrong
should be liable to punishment and should not be holding a high constitutional office or a political office. ആദ്യം തരൂര് ഈ ബില്ലിനെ പിന്തുണച്ച് സംസാരിച്ചു, ആ വാക്കുകളാണ് കേട്ടത്. പിന്നീട് മാറ്റി പറഞ്ഞു, മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചാണെന്നായിരുന്നു പ്രതികരണം. അത്തരത്തിൽ ശക്തമായ വാഗ്വാദങ്ങൾ ലോക്സഭയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനിടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ പത്രിക സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, ഘടകകക്ഷി നേതാക്കൾ എന്നിവർക്കൊപ്പമെത്തിയാണ് പത്രിക നൽകിയത്. അതേസമയം വൈകിട്ട് ചേരുന്ന അല്പസമയം മുമ്പ് ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും പങ്കെടുത്തു. നാളെയാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കുക. ചാണ്ടിയുമ്മനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇന്ന് കോഴിക്കോട് DCCയിൽ ഉണ്ടായി. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയിൽ നിന്നും ചാണ്ടിയുമ്മൻ വിട്ടുനിന്നുവെന്ന വിവാദത്തിന് പിന്നാലെ DCC ഓഫീസിലെത്തി ചാണ്ടിയുമ്മൻ. സംഭവിച്ചത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. അതേസമയം തന്റെ വാക്ക് ദുർവ്യാഖ്യാനിച്ചതാണെന്ന് DCC അധ്യക്ഷൻ K പ്രവീൺകുമാറും വ്യക്തമാക്കി. നേരത്തെ ചാണ്ടിയുമ്മൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ശരിയായില്ലെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺകുമാർ പറഞ്ഞിരുന്നു. MS സനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലയിൽ 3 പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായാണ് ചാണ്ടിയുമ്മൻ കോഴിക്കോട് എത്തിയത്. എന്നാൽ ചാണ്ടിയുമ്മൻ കോഴിക്കോട് ഹോട്ടലിൽ എത്തിയ ശേഷവും യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താതെ വന്നതാണ് വിവാദമായി മാറിയത്. ചാണ്ടിയുമ്മനെതിരെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ രംഗത്തെത്തുകയും ചെയ്തു. താൻ നേരിട്ട് ചാണ്ടിയുമ്മനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണ്, എന്നിട്ടും എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതിനെക്കുറിച്ച് ചാണ്ടിയുമ്മനോട് വിശദീകരണം തേടുമെന്ന് K പ്രവീൺകുമാർ വ്യക്തമാക്കി. എന്താണ് ഈ വരാതിരുന്നതിന് പിന്നിലെ കാരണമെന്ന് ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും. താൻ പുലർച്ചെയാണ് ദുബായ് സന്ദർശനത്തിന് ശേഷം കോഴിക്കോട്ട് മടങ്ങി എത്തിയത് എന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ വിശദീകരണം. 3:30ക്കാണ് വിമാനത്താവളത്തിൽ എത്തിയത്. അതിനുശേഷം 5 മണിക്ക് ഹോട്ടൽ മുറിയിൽ എത്തുകയും ചെയ്തു. ഈ പരിപാടിയുടെ സംഘാടകരെ വിളിച്ചെങ്കിലും പരിപാടി തീരാറായി എന്ന ഒരു അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പരിപാടിയിൽ പങ്കെടുക്കാതെ ഒഴിവായത്. ഈ പരിപാടിയിൽ നേരത്തെ തന്നെ പങ്കെടുക്കേണ്ട ആൾ താനായിരുന്നില്ല. വിളിച്ചപ്പോൾ സമയമുണ്ടെങ്കിൽ എത്താമെന്ന ഒരു അറിയിപ്പാണ് നൽകിയത്. രമ്യ ഹരിദാസ് ആണ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഏറ്റിരുന്നത്. അവർ പരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസിനുള്ള മറുപടി അല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനുള്ള മറുപടി പാർട്ടി ഓഫീസിൽ നൽകുമെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. മെനഞ്ഞാന്ന് വരെ ഇന്നലത്തെ പരിപാടി എനിക്കില്ലായിരുന്നു. മെനഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് ദുബായിൽ നിന്നൊരു സഹപ്രവർത്തകൻ പറഞ്ഞു, ചില ചർച്ചകൾ നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തണം. ഞാൻ ഒറ്റ ദിവസത്തേക്ക് മീറ്റിങ്ങിന് വേണ്ടി മാത്രം പോയി. ഇന്ന് വെളുപ്പിനെ 3:30ക്കാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. 5 മണിയായി ഹോട്ടലെത്തിയപ്പോൾ. അപ്പം ഇതൊരു ഏറ്റ പരിപാടിയല്ല. ചാണ്ടിയുമ്മന്റെ മറുപടിയെ തുടർന്ന് വീണ്ടും യൂത്ത് കോൺഗ്രസ് ചാണ്ടിയുമ്മനെതിരെ രംഗത്തെത്തി. കൃത്യമായി ഒരാഴ്ച മുമ്പേ പരിപാടിയിലേക്ക് ചാണ്ടിയുമ്മനെ ക്ഷണിച്ചതാണ്. എന്നാൽ ഏതുതരം സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താതിരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത്. ചാണ്ടിയുമ്മൻ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും AICCക്കും അടക്കം പരാതി നൽകും എന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. അദ്ദേഹം വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണെന്നറിയില്ല, ബോധപൂർവ്വം അല്ലാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, സമ്മർദ്ദം കൊണ്ടോ പൂർവ്വം എന്താ അറിയില്ല. ഞങ്ങൾ DCC പ്രസിഡന്റിനും KPC പ്രസിഡന്റിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവർക്ക് അടക്കമുള്ളവർക്ക് പരാതി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വിവാദം കൊഴുത്തതോടെ ചാണ്ടിയുമ്മൻ MLA DCC ഓഫീസിലെത്തുകയും K പ്രവീൺകുമാറിനെ കണ്ട് തന്റെ നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. താൻ ഏറെ വൈകിയാണ് കോഴിക്കോട് നഗരത്തിലെത്തിയത്, അതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നത്. ഒരു ആശയവിനിമയത്തിലെ തകരാറ് കാര്യത്തിൽ ഉണ്ടായി എന്ന് ചാണ്ടിയുമ്മൻ K പ്രവീൺകുമാറിനോട് വ്യക്തമാക്കി. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല.
ചാണ്ടിയുമ്മന്റെ മറുപടി ലഭിച്ചതോടെ കെ പ്രവീൺകുമാറും നേരത്തെ നിലപാടിൽ അയവ് വരുത്തിയ ഒരു സാഹചര്യമുണ്ടായി. താൻ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാൻ ആളല്ല, പക്ഷേ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്ത് കാര്യത്തിന്റെ സാഹചര്യത്തിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാഞ്ഞത് എന്ന് ചോദിക്കും എന്ന് കെ പ്രവീൺകുമാർ പറഞ്ഞു. ഞാനെന്താ പറഞ്ഞത്, വരാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു DC വരുന്ന നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. പറഞ്ഞു അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിൽ എത്തിയത്, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതിൽ നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞു. അതേസമയം കോൺഗ്രസിൽ ശക്തമായി വരുന്ന ഷാഫി പറമ്പിൽ സിദ്ദിഖടങ്ങുന്ന വിഭാഗവും ചാണ്ടിയുമ്മൻ വിഭാഗവും തമ്മിലുള്ള ഭിന്നതകളുടെ സാഹചര്യത്തിലാണ് ചാണ്ടിയുമ്മൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാഞ്ഞത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. രാവിലെ കൃത്യമായി തന്നെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നേതൃത്വം അറിയിച്ചതാണ്. എന്നാൽ പിന്നീട് പറഞ്ഞ വാദമുഖങ്ങളൊന്നും അതിന് യോജിക്കുന്ന തരത്തിലുള്ള അല്ല എന്നും കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. എന്തായാലും കൂടുതൽ ഭിന്നതകൾ ഉണ്ടാവാതെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ചാണ്ടിയുമ്മൻ കൃത്യമായി DCCയിൽ എത്തുകയും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുകയും ചെയ്തത്. MS സനീഷ് കുമാറാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കോഴിക്കോട് DCCയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ, അതും യുവ നേതാക്കൾക്കിടയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ ഉടലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വ്യക്തമായ ചില തെളിവുകളാണ് ഇന്നവിടെ കണ്ടത്. നമുക്കറിയാം, ചേർത്തല ജൈനമ്മ വധക്കേസ്, അതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ന്യൂസ് 18 രാവിലെ മുതൽ പുറത്തുവിടുന്നത്. കേസിലെ സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ വെളിപ്പെടുത്തലാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. ജൈനമ്മ കൊല്ലപ്പെട്ടുവെന്ന് അന്വേഷണ സംഘം കരുതുന്ന ദിവസം പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയ ഏക സാക്ഷിയാണ് മനോജ്. സെബാസ്റ്റ്യന്റെ ആവശ്യപ്രകാരം മദ്യവുമായാണ് വീട്ടിലെത്തിയത്. സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണ്ണമാല പണയം വെച്ചതും തന്റെ പേരിലാണെന്ന് മനോജ് സമ്മതിക്കുന്നു. പിന്നീട് വിൽപ്പന നടത്താനും സമ്മതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൊലപാതക വിവരം താൻ അറിഞ്ഞിരുന്നില്ലെന്നും അന്ന് വൈകിട്ട് 4 മുതൽ ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് പണയം വെച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ ഫ്രിഡ്ജുമായി സെബാസ്റ്റ്യൻ എത്തും വരെ താൻ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മനോജ് സ്ഥിരീകരിക്കുന്നു. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ഇവിടുത്തെ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വാങ്ങിയ പ്രോപ്പർട്ടിയാണോ പറഞ്ഞിട്ടുണ്ട്? അമ്പലത്തിന്റെ നേരെ അപ്പുറത്ത് ഇവിടെ ലാസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ജൈനമ്മ കേസിനകത്ത് ആകപ്പാട് അന്നത്തെ ആ സ്പോട്ടിൽ വന്നിട്ടുള്ള ആളെ കേട്ട മാത്രമാണല്ലോ. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏത് ഡേറ്റ്? ഡിസംബറിൽ തന്നെയാണോ? ഡിസംബർ 23-ാം തീയതിയാണ് ചെല്ലുന്നത്. എപ്പോഴാണ് ചെന്നത്? ഇയാൾ എന്ത് വിളിച്ചു പറയട്ടെ എന്നാ? ഉപ്പ അടിച്ചോണ്ട് നിങ്ങൾ എന്നിട്ട് വീട്ടിൽ കയറ്റിയോ നിങ്ങളെ? എന്ത് പറഞ്ഞു വിട്ടു? അവിടെ അടച്ചിട്ടേക്ക് വരുന്നു, കരയൊക്കെ അടച്ചിട്ടേക്ക് വരും. സൈഡിൽ തേങ്ങ വീടാൻ നോക്കുന്നു പറഞ്ഞു. ജൈനമ്മ കൊലക്കേസിലാണ് നിർണായക വെളിപ്പെടുത്തൽ. മുഖ്യ സാക്ഷി, ഏക സാക്ഷിയുടെ വെളിപ്പെടുത്തൽ, അതും ന്യൂസ് 18നോട്. നേരത്തെ നമുക്കറിയാം, ഈ കൊലക്കേസിലൊക്കെ ന്യൂസ് 18ന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയായിരുന്നു അന്വേഷണ സംഘം. അതിന് പിന്നാലെ സഞ്ചരിച്ചാണ് പല തെളിവുകളും കണ്ടെത്തിയത്. സമാനമായ തെളിവ് തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ പുറത്തുവിടുന്നത്. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ജൈനമ്മ കൊലക്കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ തന്നെ ഈ കേസിൽ, അതായത് 2024 ഡിസംബർ 23-ന് ജൈനമ്മ പള്ളിപ്പുറത്തെ വീട്ടിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അന്ന് 3 മണിക്ക് മുമ്പ് അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. അത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു അനുമാനവും അന്വേഷണ സംഘത്തിന് ഉണ്ട്. ആ ദിവസം സെബാസ്റ്റ്യന്റെ വീട്ടിൽ 4 മണിക്ക് ശേഷം എത്തിയ ഓട്ടോ ഡ്രൈവർ കൂടിയായ മനോജിന്റെ വെളിപ്പെടുത്തലാണ് പുറത്തുവിടുന്നത്. മനോജ് ഈ കേസിലെ മുഖ്യ സാക്ഷി കൂടി, നിർണായക സാക്ഷിയായ വ്യക്തി കൂടെയാണ് എന്നുള്ളതാണ്. മനോജ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അന്നത്തെ ദിവസം 4 മണിയോടുകൂടിയാണ് താൻ പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ എത്തുന്നതെന്ന് മനോജ് സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ മനോജ് പറയുന്നത്, തന്നോട് മദ്യം വാങ്ങി വരാനായി സെബാസ്റ്റ്യൻ ഫോണിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മദ്യവുമായാണ് താൻ സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് എത്തിയതെന്നുള്ളത് മനോജ് പറയുന്നു. ഒപ്പം അവിടെ എത്തി 4 മണിയോടുകൂടി അവിടെ എത്തിയപ്പോൾ വീട് പൂട്ടി പാന്റും ഷർട്ടും ധരിച്ച സെബാസ്റ്റ്യൻ പുറത്തേക്ക് പോകാൻ തയ്യാറെടുപ്പോടെ നിൽക്കുന്ന രീതിയിൽ ആണ് സെബാസ്റ്റ്യനെ കണ്ടതെന്നുള്ളതാണ്. മദ്യം സെബാസ്റ്റ്യന് കൈമാറി.
സാധാരണഗതിയിൽ ആ വീട്ടിൽ ചെന്നാൽ വീടിനകത്ത് പ്രവേശിപ്പിക്കാറുള്ളതാണ്. പക്ഷെ അന്നത്തെ ദിവസം സെബാസ്റ്റ്യൻ വീട് പൂട്ടിയിരുന്നു. വളരെ കൃത്യമായ മൊഴിയാണ്, വളരെ കൃത്യമായ വെളിപ്പെടുത്തലാണ് സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ശരണ്യ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ കളമൊരുങ്ങുന്നു. രാജു പി നായർ ഉൾപ്പെടെ ഇതേ സീറ്റിനായി ശരണ്യ നടത്തുന്നുണ്ട്. സിറ്റിംഗ് MLA കെ ബാബു ഇക്കുറി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനുള്ള സാധ്യത തീരെ വിരളമാണ്. ആർ കിരൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. TK രാമകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന CPM നേതാവ് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. 1991 കെ ബാബു വരുന്നതോടുകൂടിയാണ് മണ്ഡലത്തിന്റെ ചിത്രം മാറുന്നത്. പിന്നീട് 5 തവണ കെ ബാബു ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ദിനേശ് മണിയും MM ലോറൻസും കെ ചന്ദ്രൻപിള്ളയും അടക്കമുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ വന്നെങ്കിലും കെ ബാബുവിനൊപ്പമാണ് വിജയം നിന്നത്. 2016 M സ്വരാജിന് കെ ബാബുവിനെ വീഴ്ത്തി ആദ്യമായി വീണ്ടും അവിടെ ഇടത് കൂടി ഉറപ്പിച്ചു. പക്ഷേ അത്തവണ ഒരു വലിയൊരു പ്രത്യേകത കൂടി ഉണ്ടായി. അതുവരെ 5000-ൽ താഴെ മാത്രമായിരുന്നു NDA വോട്ടെങ്കിൽ അത്തവണ 29,843 വോട്ടാണ് തുറവൂർ വിശ്വംഭരന് NDA സ്ഥാനാർത്ഥി നേടിയത്. അദ്ദേഹം ആ പ്രദേശത്ത് തന്നെയുള്ള അധ്യാപകൻ എന്ന നിലയിലേക്കും പൊതു രാഷ്ട്രീയത്തിനതീതമായുള്ള സ്വീകാര്യതയ്ക്ക് അപ്പുറം ഈഴവ അതോടൊപ്പം തന്നെ ധീവര വോട്ട് ബാങ്കിലൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയായിരുന്നു. അങ്ങനെയാണ് കെ ബാബു പരാജയപ്പെടുന്നത്. വീണ്ടും 2021 കെ ബാബു വീണ്ടും M സ്വരാജിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും മണ്ഡലം തിരിച്ചുപിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അന്ന് 1900 ഇഷ്ടം വോട്ടിന് മാത്രമാണ് കെ ബാബു വിജയിച്ചത്. അപ്പോഴും 24,000-ഓളം വോട്ട് NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ നേടി എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു അപകട സാധ്യത ഇപ്പോഴും കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ട് കൂടി ശേഖരിക്കാൻ കഴിയുന്ന ഒരു കലാകാരനെ, കോൺഗ്രസുമായി ദീർഘകാലമായി ബന്ധമുള്ള ഒരു കലാകാരൻ പരസ്യമായി തന്നെ കോൺഗ്രസ് വേദികളിലെത്തുകയും കോൺഗ്രസ് അനുകൂലമായി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ താമസിക്കുന്ന രമേശ് പിഷാരടിയെ പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ BJPയിലേക്ക് ഇത്തരത്തിൽ വലിയൊരു വിഭാഗം വോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസ് പരാജയപ്പെടാനുള്ള സാധ്യത രണ്ട് മുന്നണിക്കായാലും അത് ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അത് പരാജയത്തിന് സാധ്യത വർദ്ധിക്കും. ഇതുകൂടി കണക്കാക്കിക്കൊണ്ടാണ് രമേശ് പിഷാരടിയെ പോലുള്ളൊരു കലാകാരനെ അവിടെ അവതരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. രമേശ് പിഷാരടിയുമായി ഇത്തരത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ. അതോടൊപ്പം തന്നെ രാജു പി നായരെ പോലുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളും ഇവിടെ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും രമേശ് പിഷാരടിയെ പോലൊരു കലാകാരൻ അടുത്ത തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് പ്രത്യേകത. നമുക്ക് ഇന്നത്തെ പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകാം. ഇന്നത്തെ പഞ്ച് ഡയലോഗ് ഏത് എന്ന് നോക്കാം. VM സുധീരൻ കോൺഗ്രസ് നേതാവ് ഇന്ന് സംസാരിച്ചതാണ് പഞ്ച് ഡയലോഗ് എടുത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും പുതിയ തലമുറ മത്സരിക്കട്ടെ എന്നും സുധീരൻ പറയുന്നു. കോൺഗ്രസ് MP-മാരിൽ പലരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആലോചിക്കുന്നു എന്നുള്ള News 18 വാർത്തയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഒപ്പം താൻ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അതായത് പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്നും ഇന്ന് അസന്നിഗ്ധമായി സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. പുതിയ തലമുറ വരട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ തലമുറ മിടുക്കന്മാരായ നല്ലൊരു നിര വന്നിട്ടുണ്ട്. പഴയ തലമുറയുടെ ആ ഒരു അനുഭവ പശ്ചാത്തലമുള്ള അവരും പുതിയ തലമുറയിൽപ്പെട്ടവരും എല്ലാവരും ചേർന്ന് നല്ലൊരു കോമ്പിനേഷൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ കേരളത്തിൽ നല്ല രീതിയിൽ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അത് കഴിയുന്ന നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതിന് അനിവാര്യമായ സാഹചര്യത്തിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഏതായാലും ഇതൊക്കെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അവർ ആ കാര്യത്തിൽ യുക്തമായ തീരുമാനമെടുക്കും. ഇന്നലെയാണ് നമ്മൾ 9 മണി വാർത്ത തന്നെ കാണിച്ച ദൃശ്യമാണ് കൊട്ടാരക്കരയിലെ ബീവറേജസിൽ ഉണ്ടായ ആക്രമണം. ജീവനക്കാരൻ്റെ തലയിൽ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് കേസാണ് ഇന്നലെ സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ പിടിയിലായി എന്നുള്ളതാണ് ഇന്നത്തെ അതിൻ്റെ അപ്ഡേറ്റ്. പുനലൂർ ശാസ്താകോണം സ്വദേശി രഞ്ജിത്ത്, വെട്ടിക്കവല സ്വദേശി ജിൻസൺ എന്നിവരാണ് പിടിയിലായത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലവും പരിശോധിച്ചു വരികയാണ്. വിനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഞായറാഴ്ച രാത്രി 8:45 കൂടിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര കരിക്കത്ത് പ്രവർത്തിക്കുന്ന ബിവറേജ് കോർപ്പറേഷനിൽ രഞ്ജിത്ത്, ജിൻസൺ എന്നീ 2 പേർ മദ്യം വാങ്ങാനായി എത്തിയിരുന്നു. അപ്പോൾ ഇവരുടെ തൊട്ടു പിന്നാലെ ഒരാൾ ഹെൽമറ്റ് ധരിച്ച് പൂർണ്ണമായും മുഖം മറച്ച രീതിയിൽ അവിടെ നിന്നും മദ്യം വാങ്ങി. ഇത് ഈ പ്രതികൾ ചോദ്യം ചെയ്ത സാഹചര്യമുണ്ടായി. ഇത് ചോദ്യം ചെയ്തതാണ് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്കും ഒരു സംഘർഷത്തിലേക്കും നയിച്ചത്. ചോദ്യം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇതൊരു വനിതാ ജീവനക്കാരി, അവിടുത്തെ വനിതാ ജീവനക്കാരി ചോദ്യം ചെയ്തു. ഇത് പ്രതികളെ കൂടുതൽ പ്രകോപനത്തിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് ജിൻസൺ എന്ന ആൾ കയ്യിൽ കരുതിയ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തി. അതായത് ഈ മുഖംമൂടി ധരിച്ച്, അതായത് ഈ ഹെൽമറ്റ് ധരിച്ച് ഈ ഷോപ്പിൽ നിന്നും മദ്യം വാങ്ങുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇയാൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരുന്നു. ഈ മൊബൈൽ ഫോണിൽ നിന്നും വന്ന ഫ്ലാഷ് LD ക്ലർക്കായ ഒരു ജീവനക്കാരൻ്റെ മുഖത്തേക്ക് അടിച്ചപ്പോൾ അയാൾ അത് ചോദ്യം ചെയ്തു. ഈ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് കൂട്ടാക്കാതെ വീണ്ടും അവർ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അയാൾ കൈതട്ടി ഈ മൊബൈൽ ഫോൺ തട്ടി തറയിലേക്കിട്ട സാഹചര്യമുണ്ടായി. ഇത് കൂടെ നിന്ന് രഞ്ജിത്ത് എന്ന ആൾക്ക് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാവുകയും കയ്യിൽ അവിടെ നിന്നും വാങ്ങിയ ബിയർ കുപ്പിയെടുത്ത് ഈ ജീവനക്കാരൻ്റെ തലയിലേക്ക് അടിച്ച ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ അടിയുടെ സമയത്ത് തന്നെ അയാൾ ഇടത് കൈവച്ച് ഈ ഒരു അടി ചെറുക്കുന്ന ഇതും നമുക്ക് കാണാൻ കഴിയും. ദൃശ്യങ്ങളിൽ, CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. പക്ഷേ അതുകൊണ്ടാവാം ഒരുപക്ഷെ അയാളുടെ അടി ഈ കുപ്പി തലയ്ക്ക് കൊള്ളാതെ അയാളുടെ മുഖത്തേക്കാണ് അടിയേറ്റത്. മുഖത്തിൻ്റെ ഇടത് ഭാഗത്ത് വലിയ രീതിയിലുള്ള മുറിവാണ് ഈ ജീവനക്കാരന് ഏറ്റത്. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങി ഈ 2 പ്രതികളെയും ജീവനക്കാർ ചേർന്ന് പിടികൂടി ഈ ഷോപ്പിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഉടൻ തന്നെ ഇവരിൽ നിന്നും കുതറി ഓടുകയും ചെയ്തു. ഓടിയ സമയത്ത്, ഇവിടെ നിന്നും രക്ഷപ്പെട്ട സമയത്ത് അവിടെ ഡോർ പൂർണ്ണമായും അടച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോറ് ഫാബ്രിക്കേഷൻ ഡോറാണ്, ഗ്ലാസ് ഉള്ള ഡോറായിരുന്നു. ഇത് പൂർണ്ണമായും തള്ളി തകർത്തുകൊണ്ടാണ് ഈ പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ കൊട്ടാരക്കര പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് വരികയും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. 2 ദിവസം കൊട്ടാരക്കര പോലീസിൻ്റെ വലിയൊരു അന്വേഷണം, വലിയൊരു തെരച്ചിൽ നടത്തിയിരുന്നു. പ്രതികൾ പോകാനുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചിരുന്നു. പക്ഷേ പ്രതികളെക്കുറിച്ച് യാതൊരു തുമ്പും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഇന്ന് ഒരു ഉച്ചയോടുകൂടി ഇരുവരെയും പിടികൂടുകയായിരുന്നു. വെട്ടിക്കവല സ്വദേശികളാണ്. ജിൻസ്, രഞ്ജിത്ത് എന്നാണ് ഇരുവരുടെയും പേര്. ഇതിൽ ജിൻസ് ഒരു പ്രവാസിയായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ രഞ്ജിത്ത് മുൻപും അബ്കാരി കേസിലൊക്കെ പ്രതി ആയിട്ടുള്ള ഒരാളാണെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വൈദ്യപരിശോധനകൾക്ക് ശേഷമാണ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം ഉള്ള കേസും വകുപ്പുകളും ചുമത്തിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് എറണാകുളത്ത് പരവൂർ കോട്ടുവള്ളിയിൽ ഒരു വനിത ആത്മഹത്യ ചെയ്ത് പലിശയ്ക്ക് പണം വാങ്ങി, അതായത് 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് 30 ലക്ഷം രൂപയോളം അടച്ചിട്ടും പലിശക്കാർ അവരെ വെറുതെ വിട്ടില്ല. തുടർന്ന് ഇവരുടെ ഭീഷണിയെ തുടർന്നാണ് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവം. ഇതിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു പോലീസ്. പ്രതികളായ ബിന്ദുവും, ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് പ്രദീപ് കുമാർ ഒരു പോലീസുകാരനാണ്. ഈ ബിന്ദുവിൽ നിന്നാണ് ഈ യുവതി പണം വാങ്ങിയത്. ഇരുവരെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന് പറവൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മരിച്ച ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടും പോലീസ് അന്വേഷിക്കുകയാണ്. പോലീസ് വീഴ്ചയാണ് ആശയുടെ മരണത്തിന് കാരണമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് ആശ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും ആശയുടെ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത പ്രതികളായിട്ടുള്ള ബിന്ദുവിനെയും ഭർത്താവ് പ്രദീപിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരം ബിന്ദുവിൽ നിന്നും 10 ലക്ഷം രൂപ ആശ പലിശയ്ക്ക് മേടിച്ചിരുന്നു. അതിന് പലിശയും അതിന്റെ കൂട്ടുപലിശയും അടക്കം 30 ലക്ഷം രൂപ തിരികെ നൽകുകയും ചെയ്തു. പക്ഷേ വീണ്ടും പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുവരും ചേർന്ന് ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തി എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. ആദ്യം ഒരാഴ്ചയ്ക്ക് മുൻപ് ബിന്ദു ആത്മഹത്യാ ശ്രമം നടത്തി, കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. പിന്നീടാണ് കുടുംബം പോലും ഇക്കാര്യങ്ങൾ അറിയുന്നത്. ഈ 2 കുടുംബങ്ങളും തമ്മിൽ സംസാരിച്ച് ഇത് എങ്ങനെയും ഒത്തുതീർക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും ബിന്ദുവും ഭർത്താവ് പ്രദീപും അതിന് സമ്മതിച്ചിരുന്നില്ല. ഭീഷണി തുടർന്നതോടെ ഇവർ ആശയും കുടുംബവും പോലീസിൽ പരാതി നൽകി. പറവൂർ പോലീസ് 2 കുടുംബങ്ങളെയും വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതൊരു കോടതിയിൽ കേസായി തന്നെ മുന്നോട്ട് പോകൂ, ഇതൊരു സിവിൽ കേസായി തന്നെ മുന്നോട്ട് പോകൂ എന്ന നിർദ്ദേശം നൽകിയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബിന്ദുവും ഭർത്താവ് പ്രദീപും വീണ്ടും ആശയെയും കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഈ ആശ മരിക്കുന്നതിന് തലേ ദിവസം രാത്രി പോലും ഇവർ ആശയുടെ വീട്ടിന്റെ മുന്നിൽ നിന്ന് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് കാണണം.
അത് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. ആ ദൃശ്യങ്ങൾ പോലീസിന് വലിയ തെളിവായിട്ടുണ്ട്. ഈ പ്രതികളെ അന്വേഷിക്കുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. റാപ്പർ വേടന് താൽക്കാലിക ആശ്വാസം. റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. തിങ്കളാഴ്ചയ്ക്ക് മുൻപ് തെളിവുകൾ അടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ ഇരയ്ക്ക് നിർദ്ദേശം നൽകി. ബലാത്സംഗ കേസിൽ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് നിർദ്ദേശം. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്ന് ഇരയായ പെൺകുട്ടി ചില വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴും കോടതിയുടെ നിലപാട് നേരത്തെ നടന്ന പീഡനങ്ങൾക്ക് തെളിവൊന്നുമില്ലാതെ എങ്ങനെ ഇത്തരം ആരോപണം ഉന്നയിക്കാം, സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ നടന്ന സംഭവങ്ങളെ എങ്ങനെ കുറ്റപ്പെടുത്താം എന്നൊക്കെയാണ്. ഏതാണ്ട് കോടതി വേടന് അല്ലെങ്കിൽ ഇത്തരം കേസുകൾക്ക് നേരത്തെ സമീപിച്ച രീതിയിൽ തന്നെയാണല്ലേ കാര്യങ്ങൾ മുന്നോട്ട് വന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസവും കോടതി ഇതേ നിലപാട് തന്നെയാണ് എടുത്തത്. ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം പോലീസിനോട് നിർദ്ദേശിച്ചത് അറസ്റ്റ് പാടില്ല എന്നാണ്. ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി സമാന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. തിങ്കളാഴ്ചയാണ് ഇനി വീണ്ടും കേസ് പരിഗണിക്കുന്നത്. അതുവരെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ഇന്ന് ഇരയുടെ ഭാഗത്തു നിന്ന് ഇരയുടെ അഭിഭാഷകൻ ചില കാര്യങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിച്ചു. മറ്റ് 2 പെൺകുട്ടികൾ കൂടി വേടനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇത് പ്രോസിക്യൂഷൻ മറച്ചുവെക്കുകയാണെന്ന ഒരു വാദമാണ് ഉന്നയിച്ചത്. അതിൽ നേരത്തെ ഉണ്ടായ കാര്യം ഇങ്ങനെയാണ്. 2 പേർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകുന്നു. ആ പരാതി DGPയുടെ ഓഫീസിന്, പോലീസ് ആസ്ഥാനത്തിന് അത് കൈമാറിയിരുന്നു. ഏതായിരുന്നാലും ആ കാര്യം അങ്ങനെ നിൽക്കുന്ന വിവരം ഇന്ന് ഇരയുടെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തി. പക്ഷേ കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെയായിരുന്നു. നേരത്തെ സൗഹൃദത്തിലിരിക്കുമ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ബ്രേക്കപ്പ് ആകുമ്പോൾ അത് എങ്ങനെ ബലാത്സംഗമായി മാറും എന്ന ഒരു ചോദ്യമാണ് കോടതി ചോദിച്ചത്. നേരത്തെ തന്നെ ഈ സുപ്രീം കോടതിയുടെയൊക്കെ നിരീക്ഷണം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗമായി കാണാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയുടെ തന്നെ നിരീക്ഷണമുണ്ട്. ഈ കാര്യം തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണമായും വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതെല്ലാം പാസിംഗ് കമൻറ്റുകളാണ്. അന്തിമമായി ഈ കേസിൽ എന്ത് തരത്തിലുള്ള വിധി വരും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മാത്രമല്ല, ഈ ഇര നേരത്തെ ഈ പരാതി ഉന്നയിക്കുന്നതിന് മുൻപുള്ള ചാറ്റുകൾ അത് വേടൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവർ സൗഹൃദത്തിലിരുന്നപ്പോൾ തനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്നും താൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ ആളുകൾ തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്നും കാണിച്ച് ഈ പെൺകുട്ടി വേടൻ അയച്ച ചാറ്റുകളുടെ വിശദാംശങ്ങൾ ഇന്ന് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയും പിന്നീട് മാധ്യമങ്ങളിലൂടെയും ഒക്കെയുമാണ് വേടനെതിരെയുള്ള വെളിപ്പെടുത്തൽ വന്നത്. വളരെ മോശമായ രീതിയിൽ മൃഗീയമായി തന്നോട് പെരുമാറിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷേ കോടതിയുടെ നിരീക്ഷണം ഇതിൽ ശ്രദ്ധേയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം പല കേസുകളിലായി ഉണ്ടായിരുന്നു. ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊരു അന്തിമമായ വിധിയല്ല. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ മാത്രമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഏത് തരത്തിലുള്ള വിധി കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നും നമുക്ക് അറിയാൻ കഴിയൂ. രഞ്ജിത്ത്, ശരി. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പുടിൻ ട്രംപ് ചർച്ചയിൽ അനിശ്ചിതത്വം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അനിശ്ചിതത്വം. നേർക്കുനേർ കൂടിക്കാഴ്ചയ്ക്ക് പുടിന് താൽപ്പര്യമില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുടിനുമായി കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. ശത്രുത അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റിന് താൽപ്പര്യമില്ലെന്ന ട്രംപ് പ്രതികരിച്ചതും അനിശ്ചിതത്വം വ്യക്തമാക്കുന്നു. ഇതിനിടെ യുക്രൈനുമായുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ചർച്ച നടത്തി. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ചേളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം മരിച്ച താമരശ്ശേരി സ്വദേശിനിയുടെ സഹോദരങ്ങളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പനിബാധയെ തുടർന്നാണ് ചേളാരി സ്വദേശിയായ 11 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ആരോഗ്യനില വഷളായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ മാറ്റുകയുമാണ്. നിലവിൽ 2 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ 3 മാസം പ്രായമുള്ള കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് കുട്ടി ഇപ്പോഴും ഉള്ളത്. 49 വയസ്സുകാരനായ മറ്റൊരാളും രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ്
അധികൃതർ വ്യക്തമാക്കുന്നത്. താമരശ്ശേരി സ്വദേശിനിയായ 9 വയസ്സുകാരി കഴിഞ്ഞ ആഴ്ച അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചതിനെ തുടർന്ന് മരിച്ചിരുന്നു. കുട്ടിയെ പനി മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് മരണശേഷമാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഈ കുട്ടിയോടൊപ്പം ഇടപഴകിയ, കുട്ടിയോടൊപ്പം ആ കുളത്തിൽ കുളിക്കുകയും പിന്നീട് കളിക്കുകയും ഒക്കെ ചെയ്ത 2 സഹോദരങ്ങളെയും പനി ബാധിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ സഹോദരന്റെ ആരോഗ്യനില കുറച്ച് ഗുരുതരമായിരുന്നു. പനി വല്ലാതെ മൂർച്ഛിക്കുകയും ചെയ്തു. എന്നാൽ പരിശോധനയിൽ 2 പേരുടെയും ഫലം നെഗറ്റീവാണെന്ന് വ്യക്തമായി. 2 തവണ പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും മറ്റെന്തെങ്കിലും അസുഖങ്ങളാണ് കുട്ടിക്കുള്ളതെന്ന് കണ്ടെത്താനായി പരിശോധന തുടരുകയുമാണ്. എന്തായാലും ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് ഈ രോഗം പകരില്ല എന്ന് അധികൃതർ പറയുന്നു. എന്നാൽ ജലസ്രോതസ്സുകളിലും മറ്റും കുളിക്കുമ്പോൾ വലിയ ജാഗ്രത പുലർത്തണം. ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ പൊതുകുളങ്ങളിൽ ചെയ്യണമെന്ന നിർദ്ദേശം നൽകുന്നു. ഒപ്പം കുളത്തിൽ കുളിക്കാനോ മറ്റ് നീന്തലിനോ ഇറങ്ങുന്ന ആളുകൾ ചെവിയും മൂക്കും മൂടുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ജലം വഴിയാണ്, പ്രത്യേകിച്ചും ചെവി മൂക്ക് ഭാഗങ്ങൾ വഴിയാണ് അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നതെന്ന മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ജില്ലയുടെ വിവിധ ഇടങ്ങളിലായി ഈ വിവിധ ശ്രേണിയിലുള്ള ആളുകളിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പ് കാണുന്നത്. MS ദിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. നമുക്കിനി കാസർഗോഡേക്ക് ഒന്ന് പോകണം. അവിടെ ദേലമ്പാടി സ്വദേശിനിയായ യുവതിയെ മുത്തലാഖ് ചൊല്ലിയതിന് മതപ്രഭാഷകനെതിരെ പോലീസ് കേസെടുത്തു. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. കർണാടക ഈശ്വരമംഗലം സ്വദേശിയും ബെലിഞ്ച ഹദാദ് നഗർ ജുമാ മസ്ജിദിലെ മുഖ്യ മതപ്രഭാഷകനുമായ ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട്. ദേലമ്പാടി സ്വദേശിനിയായ 22-കാരിയുടെ പരാതിയിലാണ് മുത്തലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് ആദൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുമ്പടാജയ പഞ്ചായത്തിലെ ബെലിഞ്ചയിലുള്ള ഹദാദ് നഗർ ജുമാ മസ്ജിദിലെ മുഖ്യ മതപ്രഭാഷകനായ ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെയാണ് ആദൂർ പോലീസ് കേസെടുത്തത്. ഇതിൽ IPC സെക്ഷൻ 498A ഒപ്പം 2019 വിവാഹ അവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ 2018 മെയ് 18 ഇവരുടെ വിവാഹം മുസ്ലിം മതാചാര പ്രകാരം നടക്കുന്നത്. അതിനുശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. പലപ്പോഴും ഈ യുവതി ഇത്തരത്തിൽ കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് വലിയ തോതിൽ പീഡനത്തിന് ഇരയാകേണ്ടി വന്നു. അത് വീട്ടുകാരെയൊന്നും ഈ യുവതി അറിയിച്ചിരുന്നില്ല. ഇത്തരത്തിൽ തലാഖ് ചൊല്ലിയത് പോലും ഏറ്റവും അവസാനമായാണ് യുവതി പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഈ യുവതി പറയുന്നത് ഗർഭിണിയായിരിക്കെ വലിയ ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ്. 1.5 വർഷം മുൻപ് യുവതിയുടെ അച്ഛൻ ഹൃദയാഘാതം മൂലം മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി ഈ തരത്തിൽ വധഭീഷണി മുഴക്കിയതോടുകൂടിയാണ് തൻ്റെ 2 വയസ്സുള്ള മകളെയും കൂട്ടി ഇത്തരത്തിൽ വീട്ടിലേക്ക് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പിന്നീട് ആദൂർ പോലീസിലെത്തി പരാതി നൽകുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതിലും പോലീസ് ഈ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇയാൾ കർണാടകയിലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈശ്വരമംഗലം എന്ന പറഞ്ഞ സ്ഥലത്താണ് ഈ കേരളത്തിലേക്ക് ഇത്തരത്തിൽ വന്ന് പള്ളികളിലും മറ്റും മതപ്രഭാഷണം നടത്തുകയും അങ്ങനെ ഒരാളാണ്. കോഴിക്കോടായിരുന്നു ഇയാളുടെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായെന്നാണ് യുവതി ഈ പരാതിയിൽ പറയുന്നത്. എന്നാലും ഈ വലിയ തോതിലുള്ള പീഡനം ഈ യുവതി നേരിടേണ്ടതുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്ന 3ാമത്തെ കേസാണിത്. അതായത് നേരത്തെ ഹോസ്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കല്ലൂരാവിലാണ് ഇത്തരത്തിൽ മുത്തലാഖ് ചൊല്ലിയത്, വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതേ പോലീസ് സ്റ്റേഷനിൽ, ആദൂർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ഇത്തരത്തിൽ ഒരു മുത്തലാഖുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 കേസുകളാണ് മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസിൽ പോലീസ് കേസെടുത്ത് ഊർജിതമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. KV ന്യൂസ് 18 കാസർഗോഡ്. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ഇന്ന് ഒരു ആക്രമണമുണ്ടായി. ഔദ്യോഗിക വസതിയിലെ പ്രതിവാര ജനസമ്പർക്ക പരിപാടിക്കിടയിലായിരുന്നു സംഭവം. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ആൾ മുഖ്യമന്ത്രിയുടെ മുടിയിൽ പിടിച്ച് വലിക്കുകയും മുഖത്തടിക്കുകയുമായിരുന്നു. തലയ്ക്ക് നിസ്സാര പരിക്കേറ്റ രേഖാ ഗുപ്ത ആശുപത്രിയിൽ ചികിത്സയും തേടി. എല്ലാ ബുധനാഴ്ചയും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഔദ്യോഗിക വസതിയിൽ വെച്ച് നടത്താറുള്ള ജനസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ആളായിരുന്നു ആക്രമണം നടത്തിയത്. ഇയാൾ രേഖാ ഗുപ്തയുടെ മുടിയിൽ പിടിച്ചു വലിക്കുകയും മുഖത്ത് അടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ജനങ്ങൾ ഇയാളെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി. 41-കാരനായ രാജേഷ് ഭായ് കിംജി എന്നയാളാണ് അക്രമി. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതേസമയം ഇയാൾ മൃഗസ്നേഹിയാണെന്നും
തെരുവു നായ്ക്കളെ മുഴുവൻ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനുള്ള നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഡൽഹിയിലേക്ക് എത്തിയതെന്നും രാകേഷിന്റെ അമ്മ പറഞ്ഞു. തലയ്ക്ക് നേരിയ പരിക്കേറ്റ രേഖ ഗുപ്ത ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തെ BJP അപലപിച്ചു. മുഖ്യമന്ത്രി ആരോഗ്യവതിയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ വ്യക്തമാക്കി. मुख्यमंत्री की हालत अभी स्थिर है, डॉक्टर्स उनको देख चुके हैं. सदमा जरूर लगा है जिससे उनको थोड़ी चिंता हुई है, लेकिन हमने मुख्यमंत्री से मैं मिलकर आया हूं और उस बहन को, मजबूत महिला है वो जानती हैं कि उनकी कमिटमेंट दिल्ली के लिए है और उन्होंने इस बात को स्वीकार किया है कि मैं अपने रोजमर्रा के कामों से नहीं रुकूंगी. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് ഡൽഹി കോൺഗ്രസ് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി പോലും ഡൽഹിയിൽ സുരക്ഷിതയല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്താകുമെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ചോദിച്ചു. സംഭവം ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ചയാണെന്നും അമിത്ഷാ മറുപടി പറയണമെന്നും കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് കുറ്റപ്പെടുത്തി. അക്രമത്തെ അപലപിച്ച മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി ജനാധിപത്യത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്ന് എക്സിൽ കുറിച്ചു. ഡൽഹിയിലെ BJP എംപിമാർ രേഖ ഗുപ്തയെ സന്ദർശിച്ചു. സംഭവത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഉന്നതതല യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ വസതിയിലെ സുരക്ഷാ വലയം വർദ്ധിപ്പിക്കും. കമ്മീഷണർ സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, News 18. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്.